ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഒരു ചെറിയ കൂടുപോലെ ഒരു സ്ഥലമൊക്കെയാണ് കാണുന്നതെങ്കിലും അതത്ര ചെറിയൊരു സ്ഥലമല്ല. നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് അമേരിക്കയും റഷ്യയും ഒക്കെ ഉണ്ട്, ഓരോ ഭാഗത്തായിട്ടുണ്ട്. ഇത് ഇന്നലെ ഒരു VSSCയിലെ ഒരു ശാസ്ത്രജ്ഞയോട് സംസാരിച്ചപ്പോൾ അവർ പറയുണ്ടായി, ഒരു കിളി കൂട് വെക്കുന്നത് പോലെയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കിയതെന്ന്. അത് ഒരു മനോഹരമായ ഒരു ഉപമയാണെന്ന് തോന്നുന്നു അല്ലേ? ഓരോ ചെറിയ ഭാഗങ്ങളായി കൊണ്ടുപോയി അത് അസംബിൾ ചെയ്ത് ഉണ്ടാക്കി ഒരു ആകാശത്തൊരു കിളിക്കൂട്. അതൊരു വളരെ മനോഹരമായ അല്ലേ? അതിനേക്കാൾ നല്ലൊരു മെറ്റഫർ അതിന് പറയാനില്ല. കറക്റ്റാണത്. കിളി കൂടി വെക്കുന്ന പോലെ വർഷങ്ങളെടുത്ത് കുറേശ്ശെ ഇവിടുന്ന് ഓരോ മൊഡ്യൂളുകൾ അവിടെ എത്തിച്ച് അവിടെ വെച്ച് കൂട്ടി യോജിപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കിയ ഒരു വലിയ കിളിക്കൂടാണത്. അതിന്റെ വലിപ്പം പക്ഷെ നമ്മൾ ഈ കാണുന്നത് പോലെ അത്ര ചെറുതല്ല. ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിനോളം വലിപ്പമുണ്ട്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അല്ല, 4 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുണ്ട്. അതെ അതെ. നമുക്ക് അതിനെ പറ്റി ഒന്ന് പറഞ്ഞാലോ? അതിന്റെ ഒരു ഭാരമൊക്കെ ഞാനിപ്പോ ഒന്ന് വെറുതെ നോക്കുകയായിരുന്നു. എനിക്ക് നമ്പർ ഓർത്തു വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഏതാണ്ട് 4.5 ലക്ഷം കിലോഗ്രാം ഭാരമുണ്ട്. അതിന് 109 മീറ്റർ വീതിയുണ്ട്, 109 മീറ്റർ നീളമുണ്ട്, 73 മീറ്റർ വീതിയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വലിയ ഫുട്ബോൾ അറീന, ഒരു നമ്മൾ കാണുന്ന ഫുട്ബോൾ സ്റ്റേഡിയത്തിനെ ഒക്കെ 4 ഇരട്ടി വലിപ്പമുള്ള ഒരു വലിയ ഫുട്ബോൾ അറീന അല്ലേ? അതെ അതെ അതെ, അതാണ് കാര്യം. അത് സത്യത്തില് എന്താണ്, നമ്മുടെ ഒരു ഭൂമിയിൽ നിന്ന് ഭൂമിയിലെ ആൾക്കാരെ എല്ലാവരെയും സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പം അത് നമ്മുടെ ഒരു എന്താണ്, മറ്റൊരു ഗ്രഹമാണ്, അല്ല മറ്റൊരു വീട് തന്നെയാണ്. അത് അസ്ട്രോനോട്ടുകളെ സംബന്ധിച്ച് മാത്രമല്ല, അത് ലോക സമൂഹത്തിന് മാനവരാശിക്ക് മുഴുവനുമുള്ള ഒരു എന്താണ്, ഹോം അവേ ഹോമാണ്. അത് ഏതാണ്ട് 10 വർഷം എടുത്തിട്ടാണ് അത് കംപ്ലീറ്റ് അതിൻ്റെ മുഴുവനും പണി തീർത്തത്. അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഒക്കെ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇപ്പം യൂട്യൂബിലുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കാലം കഴിയാറായി, അതിൻ്റെ ആയുസ് തീരാറായി. 2030 ഈ ISSന്റെ ലൈഫ് കഴിയും. അതോടുകൂടി അത് ഡിസ്മാൻഡിൽ ചെയ്യും. അത് ഡിസ്മാൻഡിൽ ചെയ്ത് ഭൂമിയിലേക്ക് ഇറക്കിക്കാനുള്ള ആ ഒരു കോൺട്രാക്ട് കിട്ടിയിരിക്കുന്നത് ഇലോൺ മസ്കിനാണ്. പിന്നീട് ഇതേപോലെ ഒരു പദ്ധതിയെ പറ്റി ഇതുവരെ ലോകം ചിന്തിച്ചിട്ടില്ല. അപ്പോഴേക്ക് ചൈനയുടെ ഒരു അന്താരാഷ്ട്ര അല്ല, അവരുടെ ഒരു ബഹിരാകാശ നിലയം അവിടെ സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് കംപ്ലീറ്റ് ആകുന്നു. 2035 ആകുമ്പോഴേക്ക് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, ഭാരതത്തിന്റെ സ്വന്തം ഒരു ബഹിരാകാശ സ്റ്റേഷൻ അവിടെ വരാൻ പോകുന്നു. അതിന്റെ ആദ്യ മൊഡ്യൂള് 2028 വിക്ഷേപിക്കും. എന്തായാലും ബഹിരാകാശ നിലയം, സ്പേസ് സ്റ്റേഷൻ ഇല്ലാതെ ഈ ഒരു ബഹിരാകാശ ഗവേഷണം അസാധ്യമല്ല. അത് അത്യാവശ്യം തന്നെയാണ്. അതുമാത്രമല്ല, ഇത് ഈ ഗ്രഹാന്തര ദൗത്യങ്ങൾക്കൊക്കെ ഇനി വരാൻ പോവുകയാണ്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബേസ് സ്റ്റേഷനായിട്ട് ഇത് ഉപയോഗിക്കാം. പണ്ട് ചന്ദ്രനിലേക്കൊക്കെ ആൾ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് നിർത്തി വിശ്രമിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ഇവിടുന്ന് നേരെ ഒരൊറ്റ സ്ട്രെച്ചിന് പോയേ പറ്റുള്ളൂ. എന്നാൽ ഇപ്പോൾ അതല്ല, ഇങ്ങനെ ഒരു സൗകര്യമുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇപ്പം ഇതേപോലെ ഒരു ഇവൻച്വൽ സിറ്റുവേഷൻ വന്നു, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, ആ എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അവിടെ ഒരു ബേസ് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെയും ചൈനയുടെയും ഉണ്ടാകും. എന്തായാലും അമേരിക്കയും റഷ്യയും വീണ്ടും സഹകരിച്ച് ഇതേപോലെയുള്ള ഒരു വൻ സെറ്റപ്പ് ഇനിയും ഉണ്ടായിക്കൂടായികയൊന്നുമില്ല. പക്ഷെ ഉണ്ടായേ പറ്റുള്ളൂ. കാര്യം അതുപോലെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ചൊവ്വയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു, ചൊവ്വയിൽ നിന്ന് മണ്ണും കല്ലും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറെടുക്കുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ബഹിരാകാശ നിലയം ഇല്ലാതിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്താണെങ്കിലും ബഹിരാകാശ ഗവേഷണത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ മാനവ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിർണായകമായ നേട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ 4.5 ലക്ഷം കിലോഗ്രാം ഭാരമുള്ള ഒരു ഭീമൻ കപ്പൽ, ഒരു കപ്പലിന് പോലും അത്രയും വെയിറ്റ് ഉണ്ടാവില്ല. ഒരു വലിയ ഭൂമിയിലെ ഏറ്റവും വലിയ കപ്പലിൻ്റെ 2-3 ഇരട്ടി വലിപ്പമുള്ള ഒരു സാധനം 400 കിലോമീറ്ററിന് മുകളിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ വേറൊരു ലോകത്തെത്തിപ്പോകും. അതിന്റെ കാഴ്ചകൾ കാണുമ്പോൾ വലിയൊരു പകരം ഏതാണ്ട് ഒരു മലപ്പുറം വരെയൊക്കെ പോകുന്ന അത്രേ ഉള്ളൂ. ദൂരത്തിന്റെ നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ദൂരമാണ്. പക്ഷെ 100 കിലോമീറ്ററിന് അപ്പുറമുള്ള മേഖല മുഴുവനും ബഹിരാകാശമാണ്.
പക്ഷെ അവിടെ പോയി വരിക എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളിപ്പോ ഈ ഒരു കണ്ടോണ്ടിരിക്കുകയല്ലേ. മിഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം, ഇപ്പോൾ നമ്മൾ എപ്പോഴും ഈ ബഹിരാകാശ ടൂറിസത്തെ പറ്റിയൊക്കെ പറയാറുണ്ട്, നിലവിൽ തന്നെ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന ആളുകളുണ്ട് എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. ഈ യാത്രയെ സംബന്ധിച്ചുള്ള കുറേ നമ്മുടെ മുൻധാരണകൾ, ആശങ്കകൾ, അതിനെയൊക്കെ ഈ ഒരു ദൗത്യം ഒരുപക്ഷെ ഒരു വാഹനത്തിൽ പോകുന്നു, അവിടെ നിൽക്കുന്നു, തിരിച്ചു വരുന്നു, മറ്റൊരു വാഹനത്തിൽ തിരിച്ചു വരുന്നു, ഒരു പൈലറ്റഡ് ആയിട്ടുള്ള മിഷൻ, ആ രീതിയിലൊക്കെ ഇതിനെ കുറച്ചുകൂടെ ജനകീയമാക്കുന്നതിൽ ഏതായാലും ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ എന്തായാലും ഒരു പങ്ക് വഹിക്കും. തീർച്ചയായിട്ടും ബഹിരാകാശ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു മേഖലയാണ്. ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞല്ലോ, പല ഏജൻസികളും ബഹിരാകാശ ടൂറിസം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ഇൻഡെപ്തിലേക്ക് പോയിട്ടില്ല. ഒന്ന് സ്പേസിൽ പോയി, ഒന്ന് ബഹിരാകാശത്തൊന്ന് മുങ്ങിപ്പൊങ്ങി തിരിച്ചു വരും, കുറച്ച് സമയം അവിടെ ചെലവഴിച്ചു, ഒരു അരമണിക്കൂറോലും ആ വെയ്റ്റ്ലെസ്നെസ്, ഭാരമില്ലായ്മ ഒന്ന് ഫീൽ ചെയ്യുക എന്നിടത്ത് മാത്രമാണ് ഇപ്പോൾ ഈ ബഹിരാകാശ ടൂറിസം എത്തി നിൽക്കുന്നത്. ഒരു 5-10 മിനിറ്റ് നമുക്കിങ്ങനെ അന്തരീക്ഷത്തിൽ കൂടി ഇങ്ങനെ ഒഴുകി നടക്കാം, അത് കഴിഞ്ഞ് നേരെ തിരിച്ചു വരും. ആ ലെവലിലേ എത്തിയിട്ടുള്ളൂ. അല്ലാതെ ഇനിയിപ്പം അവിടെ ഇതേപോലെ ബഹിരാകാശ നിലയങ്ങളിൽ പോവുക, അവിടെ കുറച്ച് ദിവസം താമസിക്കുക, എന്നിട്ട് തിരിച്ചു വരിക, ആ ലെവലിലേക്കൊക്കെ ബഹിരാകാശ ടൂറിസം എത്താൻ ഇനിയും കുറേ കാലം എടുക്കും. പക്ഷേ അത് വളരെ വലിയ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു മേഖലയാണത്. ഇനിയും കുറച്ചു കാലം കഴിയുമ്പോൾ, ഒരു കാലത്ത് വിമാനയാത്ര എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. ആദ്യം റൈറ്റ് സഹോദരന്മാർ ആദ്യത്തെ വിമാനം പറത്തിയതിന് ശേഷം ഏതാണ്ട് 10-25 വർഷം എന്നൊക്കെ 10-25 വർഷത്തോളം വിമാനം പറക്കുക, വിമാനത്തിൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പെർട്ടുകൾക്കും അങ്ങനെയുള്ളവർക്കും മാത്രമേ പറ്റുള്ളായിരുന്നു. പക്ഷെ പിന്നീട് അതെങ്ങനെയാണ് ജനകീയമായത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പം സ്പേസ് എക്സ് വിഭാവനം ചെയ്യുന്നത് ഈ രീതി സ്റ്റാർഷിപ്പ് വഴി അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഡൽഹിയിൽ നിന്ന് ന്യൂയോർക്കിൽ എത്താവുന്ന രീതിയിലുള്ള ആ ഡെവലപ്മെൻ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർഷിപ്പ് അങ്ങനെ കൂടിയാണ്, എർത്ത് ടു എർത്ത് മൂവ്മെൻറ്റും കൂടെ അതിൻ്റെ അകത്ത് അവർ വിഭാവനം ചെയ്യുന്നുണ്ട്. 800-700 പേർക്ക് ഡൽഹിയിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്നു, അരമണിക്കൂർ കഴിയുമ്പം അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ ന്യൂയോർക്കിലെത്തും. അത് സ്പേസിൽ കൂടെയാണ് പോകുന്നത്. ആ സ്പേസിൽ കൂടെ പോകുമ്പോൾ അവർക്ക് ആ സ്പേസിൻ്റെ ആ പ്രത്യേകതകളൊക്കെ ഫീൽ ചെയ്യാൻ കഴിയും. ആ ലെവലിലേക്ക് അടുത്ത ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായും ഒരു സംശയവും വേണ്ട. നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പോലും ധൈര്യപ്പെടാതിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് വിഷ്വൽസായി കാണുന്ന സമയമാണിത്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹോളിവുഡ് സിനിമയെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള വിഷ്വൽസാണ് ഇന്ന് രാവിലെ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഈ വലിയ സന്തോഷ ദിനത്തിൽ ആ സന്തോഷം പങ്കിടുകയായിരുന്നു ശാസ്ത്ര നിരീക്ഷകനായ ശ്രീ ഷാബു പ്രസാദ്. വളരെ വളരെ സന്തോഷം സാർ, രാവിലെ തൊട്ട് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും ഇത്ര രസകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിനും. നമുക്ക് പിന്നീടൊരു അവസരത്തിൽ വീണ്ടും കാണാം. വലിയ വലിയ നേട്ടങ്ങൾ കാണാൻ നമ്മുടെയൊക്കെ ജനറേഷന് ഭാഗ്യം ലഭിച്ചതിൻ്റെ സന്തോഷം ഒരിക്കൽ കൂടി പങ്കിടുന്നു. വളരെ സന്തോഷം. സന്തോഷം.